അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സൗദി അറേബ്യയിൽ റിയാദിൽ നിന്ന് വിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രദേശത്തൂടെ യാത്ര ചെയ്താലോ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ പോകും വഴിയാണ് വാദി ലബൻ ഉള്ളത്. വാദി എന്ന് പറഞ്ഞാൽ അരുവി എന്നാണ് അർത്ഥം. ഒരു കാലത്ത് വെള്ളമൊഴിയതിൻ്റെ വിള്ളലുകളാണ് ഈ കാണുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു 10-20 വർഷം മുന്നേ സൗദി അറേബ്യ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരു അരനൂറ്റാണ്ട് മുന്നേ മുതൽ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഒട്ടനേകം പേര് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ടല്ലേ. അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ വെയിലും ചൂടും എല്ലാം സഹിച്ച് നാട്ടിലുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ദൂരത്തേക്ക് ഈ മണലാരണ്യത്തിൻ്റെ ഇടയിലൂടെ ഒരുപാട് വഴികളും എല്ലാം കാണുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ പച്ചപ്പുകളും ചെറിയ ഫാക്ടറികളും അതുപോലെ തന്നെ ചെറിയ ടെൻറ്റുകളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി റിയാദ് സിറ്റിയിലും മറ്റ് സൗദി അറേബ്യയിലെ എല്ലാ സിറ്റികളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പം ഈ ഭാഗങ്ങളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. ഇടയ്ക്ക് ഇതുപോലുള്ള ഈന്തപ്പനത്തോട്ടങ്ങൾ കാണുമ്പോഴാണ് കണ്ണിനൊരു ആശ്വാസം തോന്നുന്നത്. ഒരു നേരിയ പച്ചപ്പിലോട്ട് നോക്കുമ്പോഴുള്ള ഒരു സുഖം. ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പണ്ട് ആളുകൾ നടന്നും ഒട്ടകത്തെ മേച്ചും ആടിനെ മേച്ചും ഒക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. പോകും വഴി ഇടയ്ക്ക് വെച്ച് കണ്ടതാണ് ദിറാബ് ഗോൾഫ് ക്ലബ്ബ്. ഞങ്ങൾ തിരിച്ച് മറ്റൊരു ദിശ എടുത്ത് റിയാദിലോട്ടുള്ള യാത്രയിലാണ്. ഈ മലകളുടെയൊക്കെ ഇടയിലൂടെ എത്ര മനോഹരമായിട്ടാണല്ലേ ഈ വഴികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് ആളുകൾ നടന്നു പോയ വഴികളിലൂടെ നമ്മളിങ്ങനെ കാറിൽ സുഖമായിട്ട് യാത്ര ചെയ്യുന്നല്ലേ. ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് വരും കാലങ്ങളിൽ ചിലപ്പം ഈ മേഖലയിലോട്ടൊക്കെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പം ഞാൻ നോക്കിയിട്ട് അത്യാവശ്യ വാഹനങ്ങളും ടാങ്കർ ലോറികളും പലചരക്കിന് ആവശ്യമായിട്ടുള്ള യാത്രകൾ മാത്രമേ ഇതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാലോ ദൂരോട്ടൊന്ന് നോക്കി കാണാമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് നിർത്തി ഞങ്ങൾ ഒന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. കണ്ണെത്താ ദൂരം വരെ പരന്ന് കിടക്കുന്ന ഈ മരുഭൂമി. പണ്ടെങ്ങോ വെള്ളം ഒഴുകിയിരുന്ന മരുഭൂമിയിലെ പിളർപ്പാണിതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ചിലപ്പം വല്ല ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചതായിരിക്കും ഈ ആടിന്. അതിൻ്റെ അവശിഷ്ടം അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇപ്പോൾ അതേ റിയാദിലോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ സൗദി അറേബ്യയിലെ കാണാ കാഴ്ചകളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.